അതേടോ, കൂലിപ്പണിക്കാരൻ രാജൻ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ കൂലിപ്പണിക്കാരൻ എന്ന് വിളിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് ഒരു അധിക്ഷേപമാണ്. കാര്യം ആ ജോലി ഈ നാട്ടിൽ ഒരു പ്രിവിലേജും ഇല്ലാത്ത, ഒരു തറവാട് സ്വത്തും ഇല്ലാത്ത, ജാതി മഹിമകളും ഇല്ലാത്ത കുറെ അലവലാദികൾ ചെയ്യുന്ന ജോലിയാണല്ലോ. ആ അലവലാദികൾ ചെയ്യുന്ന ജോലി കോൺഗ്രസിലെ തറവാട്ടിൽ പറന്ന അല്ലെങ്കിൽ മുതലാളിമാരായിട്ടുള്ള അച്ചായന്മാരും കാക്കമാരും കുടുംബസ്വത്തുള്ള തറവാട്ടിൽ പിറന്ന സൽപുത്രന്മാർക്കും കുറച്ച് അരോചകം തോന്നുന്ന ജോലിയാകും. അതുകൊണ്ടാണല്ലോ ഇല്ലാത്ത വിള്ളൽ ഉണ്ട് എന്ന് പറഞ്ഞെടുത്ത് മന്ത്രി കെ രാജൻ അതൊരു പെൻസിൽ മാർക്കിംഗ് ആണെന്ന് കാട്ടാൻ പോയപ്പോൾ കൂലിപ്പണി രാജൻ എന്ന് അധിക്ഷേപിച്ചപ്പോ മന്ത്രി ഇന്ന് അഭിമാനത്തോടെ പറഞ്ഞ വാചകമുണ്ട്. എനിക്ക് വളരെ ഗൗരവമായി തോന്നേണ്ടതുണ്ട്. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. പി സി ജോഷിയുടെയും രാജേഷ് റാവുവിന്റെയും പി കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകൾ ഇറങ്ങുന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ആ കൂലിപ്പണിക്കാരന്റെ ഹൃദയവികാരങ്ങളും വേദനകളും അറിയുന്ന തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരുടെയും ഒക്കെ വേദനകൾ അറിയുന്ന ഒരു മണ്ണിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു സമ്മാനമായി സുഹൃത്തുക്കളിൽ നിന്ന് അത് ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നെ നികൃഷ്ടനാക്കാനോ എന്നെ തള്ളിപ്പറയാനോ വേണ്ടിയാണല്ലോ കൂലിപ്പണിക്കാരന്റെ പേര് ഉപയോഗിച്ചത്. അപ്പൊ കൂലിപ്പണിക്കാരനെ കുറിച്ച് പറയുന്നവന്റെ സങ്കല്പം എന്തായിരിക്കും? ഓരോരുത്തരുടെയും സംസ്കാരത്തിനും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ചേർന്ന വിധത്തിൽ അങ്ങനെ പറയുന്നതിൽ ഒരു പ്രശ്നവും എനിക്കില്ല. വളരെ അഭിമാനത്തോടെ ഞാൻ അത് ഏറ്റെടുത്തതായി സവിനയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ സൈബറിടത്തിൽ ആക്രമണം പാടുന്നു. മന്ത്രി ആരാണ്? നാടകം കളിച്ച ആളാണോ? മന്ത്രി ആരാണ്? രാജാവാണോ? മന്ത്രി ആരാണ് ഇതിന്റെ മുകളിൽ കയറി പ്രവർത്തിക്കാൻ? മന്ത്രിക്ക് നടക്കാനും കയറാനും പറ്റുന്ന ഇടങ്ങൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ യഥാർത്ഥത്തിൽ ഇവിടെ പണിയുന്ന വീടുണ്ടല്ലോ, നൗഫലിന്റേതടക്കം 410 വീടുകൾ. ആ വീടുകൾക്ക് ഇനി ഒരു ഗന്ധം കൂടി സഹിക്കേണ്ടി വരും. അത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവന്റെ മുണ്ട് മുറുക്കി കൊടുക്കുമ്പോഴും ഈ നിധിയിലേക്ക് സംഭാവന ചെയ്ത പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ മണമുണ്ട് അവിടുത്തെ ഓരോ ഇഷ്ടിയേക്കും. ആ വികാരം അവിടെ ഉണ്ടാകും. അത് കരുതി അവിടത്തെ പണിയാൻ പോകുന്ന ഒരു വീടിനെ, പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടിനെ 5 വർഷക്കാലത്തെ ഡിഫക്റ്റ് ലൈബിലിറ്റി ഉൾപ്പെടെ കെയർ ചെയ്തുകൊണ്ട് ലോകത്ത് ഇതുവരെ ഇല്ലാത്തൊരു മാതൃക അവതരിപ്പിക്കുന്നതിന് ഇത്ര മോശമായി ചിത്രീകരിക്കാൻ പാടുമോ എന്നുള്ളത് അവരവരാലോചിക്കണം. അവരുടെ സംസ്കാരത്തിന്റെ അളവുകോൽ അളക്കാനുള്ള യന്ത്രം കൂലിപ്പണിക്കാരനും വാർക്കപ്പണിക്കാരനും ആയതുകൊണ്ട് എന്റെ കയ്യിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആ അളവുകോലുണ്ട്. അത് വെച്ച് അവർ തൂക്കുകയും അത് വെച്ച് അവർ അളക്കുകയും ചെയ്യും. എത്ര ആക്ഷേപങ്ങളാണ് കേട്ടത്. അതെ, കൂലിപ്പണിക്കാരൻ എന്നല്ലേ വിളിച്ചോളൂ, മുതലാളി രാജൻ എന്ന് വിളിച്ചില്ലല്ലോ. കാര്യം മുതലാളിത്ത പാർട്ടിക്കും മുതലാളിമാരോട് താല്പര്യവും വിനയവും സ്നേഹവും ബഹുമാനവും ഉള്ളവർക്ക് ഈ തൊഴിലാളി, കൂലിക്കാരൻ, കൂലിപ്പണി എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ നാട്ടിലെ അവഗണിക്കപ്പെടേണ്ട വിഭാഗക്കാരാണ്. ആ വാക്കുപോലും ഒരു തെറിക്ക് സമാനമായിട്ടാണ് ഇവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് മന്ത്രി കെ രാജനെ ആക്ഷേപിക്കാൻ 10 തെറി വിളിക്കുന്നതിന് സമാനമായി കൂലിപ്പണിക്കാരാ കൂലിപ്പണിക്കാരാ എന്ന് അധിക്ഷേപിക്കുമ്പോൾ ഈ പാർട്ടിക്കാരുടെ മനോഭാവം ഈ നാട്ടിലെ സാധാരണക്കാരും തൊഴിലാളികളും ഒന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ ആ കൂലിപ്പണിയെ എങ്ങനെയാണ് ഇവരുടെ മനസ്സിൽ ഇവർ പരിഗണിക്കുന്നു എന്നതിന്റെ തെളിവാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കോരന്റെ മകൻ, എന്താണ്, ചെത്തുകാരന്റെ മകൻ. അപ്പോ പ്രശ്നം എന്താണ്? തൊഴിലാണ്. ആ തൊഴിലൊക്കെ മോശപ്പെട്ട തൊഴിലാണ്. അയാളുടെ മകൻ, ഒരു പ്രിവിലേജും ഇല്ലാത്തവൻ മുഖ്യമന്ത്രിയായി എന്ന് പറയുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടില്ലേ? അതിന്റെ മറ്റൊരു വേർഷനാണ് കൂലിപ്പണിക്കാരൻ. അപ്പോ തൊഴിൽ കൊണ്ട് മനുഷ്യരെ എങ്ങനെയൊക്കെയാണ് കേരളത്തിലെ സവർണ മാടമ്പികളും മുതലാളി അച്ചായന്മാരും കാക്കമാരൊക്കെ ചേർന്ന് ഭരിക്കുന്നവർ, തറവാട്ടു മഹിമയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണല്ലോ
കുടുംബത്തിൽ പറന്ന അല്ലെങ്കിൽ തറവാട്ടിൽ നിന്ന് തലമുറ ഇവരുടെ അധികാരം ഗണ്ഡി കുടുംബത്തിലേക്ക് കൈമാറിയിരിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന ഏത് സന്തതി ആയിക്കോട്ടെ അവരെയെല്ലാം മഹാത്മാക്കളായി കാണുന്നത് എന്തുകൊണ്ടാണ്? അവര് മുതലാളി കുടുംബമാണ്. ആ മുതലാളി കുടുംബത്തിലുള്ള ഇളമുറക്കാർ പോലും എങ്ങനെയാണ് നമ്മൾ താണു വണങ്ങേണ്ടവരാണ്. ഇപ്പുറത്ത് നോക്കുമ്പോൾ കൂലിപ്പണിക്കാരൻ, ചെത്തുകാരൻ, ഇതാണ് നാട് മനസ്സിലാക്കേണ്ടത്. ഈ മനോഭാവവും ഈ മാലിന്യം നിറഞ്ഞ മനസ്സുമാണ് അപ്പുറത്ത് അധികാര കേന്ദ്രത്തിന് വേണ്ടി കടിപിടി കൂടുന്നത്. അധികാര കസേരകളിൽ എത്താൻ പിന്നോക്കക്കാരനായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് ഒരുത്തന് യോഗ്യതയില്ല. ചെത്തുകാരനോ കൂലിപ്പണിക്കാരനോ ഇവനൊന്നും ഈ നാട്ടിൽ ഒരു കാലത്തും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ യോഗ്യതയില്ലാത്തവരാണ്. അത്തരം പണിയും പണിക്കാരൊക്കെ ഈ നാട്ടിൽ ആക്ഷേപിക്കപ്പെടേണ്ട തൊഴിലും ജോലിയുമാണ്. അവരൊന്നും പരിഗണിക്കപ്പെടേണ്ടവരല്ല എന്ന് പറയുമ്പോൾ പാവങ്ങൾ എന്ന വാക്കിന് ഇവർക്കുള്ളിൽ എന്തെങ്കിലും അർത്ഥമോ ആ വാക്കിനോട് ആ വ്യക്തികളോട് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ സഹാനുഭൂതിയോ ഉണ്ടാകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മന്ത്രി കെ രാജൻ ഇല്ലാത്ത വിള്ളൽ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊന്ന് പരിശോധിച്ചാൽ കൂലിപ്പണിക്കാരനായി മാറുന്നത്. അതെന്തുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിനെ എത്രമാത്രം അശ്ലീലമായിട്ടും മോശമായിട്ടാണ് ഇവർ പരിഗണിക്കുന്നു എന്നും അത്തരം ജോലിക്കാരെ ഏത് രീതിയിൽ കാണുന്ന മനോഭാവമാണെന്ന് സമൂഹം ചിന്തിക്കേണ്ട സന്ദർഭമാണ്. അവിടെയാണ് മന്ത്രി കെ രാജൻ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അത്തരം ആൾക്കാരുടെ വിഷമവും ജീവിതവും കണ്ടറിഞ്ഞ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് വിളിപ്പേരിനെ അഭിമാനമായി നെഞ്ചേറ്റുന്നത്. തിരികെ കൂലിപ്പണിക്കാരെന്ന് അവരെ വിളിച്ചാൽ സഹിക്കില്ല. കാരണം തെറിക്ക് സമാനമായിട്ടുള്ള പദപ്രയോഗമാണ് ഇവരുടെ മനസ്സിലെന്ന് ഈ നാട് തിരിച്ചറിയണം.